ഇവിടെ 9:30 മുതൽ 3:30 വരെ ഇവിടെ പ്രവർത്തനം അംഗൻവാടിയില്. കുഞ്ഞുങ്ങൾ രാവിലെ 9:30 മുതൽ 10:15 വരെ കുഞ്ഞുങ്ങൾ വന്നുകൊണ്ടിരിക്കും. അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലും. 10 മണിക്കാണ് ഞങ്ങളുടെ പ്രാർത്ഥന ടീം. പിന്നെ അത് കഴിഞ്ഞാൽ 10 to 10 ഇൻഫോർമൽ ടോക്ക് എന്ന് പറയും. അതായത് കുട്ടികളോട് സൗഹൃദ സംഭാഷണം, വീട്ടിലുള്ള എന്തെല്ലാം കാര്യങ്ങളാണ്, ഭക്ഷണം കഴിച്ചോ, നഖം വെട്ടിയോ, അങ്ങനെയുള്ള കാര്യം സൗഹൃദ സംഭാഷണങ്ങൾ നടത്തും കുട്ടികളോട്. അതിനുശേഷം ഞങ്ങൾ ഒരു 10-10:30 ആയി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞാൽ കുട്ടികൾക്ക് 11 മണിക്ക് മോർണിംഗ് സ്നാക്സ് കൊടുക്കും. മോർണിംഗ് സ്നാക്സ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഓരോ ദിവസം ഓരോ മെനു ഉണ്ട്. അട ഉണ്ടാക്കും, നൂൽപുട്ട് ഉണ്ടാക്കും, പിന്നെ എന്താ പറയാ കൊഴക്കട്ട, അതിനെ ഞങ്ങൾ ഉണ്ടാന്ന് പറയും. കൊഴക്കട്ട ഉണ്ടാക്കും, അത് കൊടുക്കും. അതിനുശേഷം ഞങ്ങൾ കുട്ടികൾക്ക് എണ്ണം പഠിപ്പിക്കും. 11-11:30 വരെ എണ്ണം പഠിപ്പിക്കും, പാട്ടുകൾ പഠിപ്പിക്കും, അക്ഷരങ്ങൾ പഠിപ്പിക്കും, ആക്ഷൻ സോങ്, കളികൾ, പാട്ടുകളുടെ ആംഗ്യപ്പാട്ട് അങ്ങനെ പഠിപ്പിക്കും. അതിനുശേഷം 12-20 ഞങ്ങൾ ഉച്ചഭക്ഷണം കൊടുക്കും. ഇപ്പൊ മുമ്പ് ഞങ്ങൾക്ക് അരിയും പയറും ഇട്ടിട്ടുള്ള കഞ്ഞിയായിരുന്നു. അരിയും പയറും ഇട്ട് വെച്ച കഞ്ഞി കൊടുക്കും. അതിനൊരു ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇപ്പൊ ഞങ്ങൾ ചോറ്, സാമ്പാറ്, ഉപ്പേരി കൊടുക്കും. അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാട്ടും, കുട്ടികളെ ഒരു മണി 1:30 ആകുമ്പോഴേക്കും പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കിടക്കൊക്കെ വിരിച്ച കുട്ടികളെ 2:30 വരെ ഞങ്ങൾ ഉറക്കും. 2:30 ഉറക്കി കഴിഞ്ഞാൽ 2:30 വിളിക്കും. അവരെ കളിപ്പിക്കും ഞങ്ങൾ. എന്തെങ്കിലും ആസൂത്രിത കളികൾ, അതായത് കുളങ്കര കളിപ്പിക്കുക, അല്ലെങ്കിൽ കുളങ്കര അല്ലെങ്കിൽ വട്ടം നാരങ്ങ കളിപ്പിക്കും. ഇതെല്ലാം കളിപ്പിച്ചതിന് ശേഷം 3-3:15 ആകുമ്പോൾ ദേശീയഗാനം ചൊല്ലും. 3:15 ദേശീയഗാനം ചൊല്ലി അവർക്ക് ഉപ്പുമാവ് കഴിക്കാൻ കൊടുക്കും. അംഗൻവാടിയിൽ ഉപ്പുമാവ് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ 3:30 അവരുടെ രക്ഷിതാക്കൾ വന്ന് ഉറങ്ങാതിരിക്കുന്ന കുട്ടികളെ ഞങ്ങൾ കൂടെ കിടന്ന് കൊട്ടി ഉറക്കും. അവർ ഉറങ്ങും. ഞങ്ങൾ അങ്ങനെ ഇവരെ മക്കളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉറക്കിയാൽ അവരങ്ങനെ ഉറങ്ങും. ഞങ്ങൾ പാട്ട് പാടിയിട്ട് അവർക്ക് എന്താണോ ആവശ്യത്തിൽ അത് ചെയ്ത് കൊടുത്ത് ഞങ്ങൾ ഉറക്കും. അതായത് അമ്മമാര് കൊടുക്കുന്ന ആ സ്നേഹവും പരിചരണവും ഇവർക്ക് കിട്ടുന്നുണ്ട്. അത്രയും പിള്ളേരെ എനിക്കുള്ളത് ഈ സെന്ററില്. അപ്പൊ അങ്ങനെ ഞങ്ങൾ 3:30 കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരും കൂടി ഹൗസ് വിസിറ്റിംഗ് വീടുകളില്, ഗർഭിണികള്, പാലൂട്ടുന്ന അമ്മമാരുടെ വീടുകളിൽ കയറി